ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ നാമത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാം മനസ്സിൽ കൊച്ചു കൊച്ചു ആശങ്കകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഒരു ടെൻഷനുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും സ്വന്തക്കാരും ഒക്കെ ആയവർ പലരും ഹോസ്പിറ്റലൈസ്ഡാ. ഡെങ്കിപ്പനി, മറ്റു തരത്തിലുള്ള പനികൾ, ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചൊരു വചനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ വചനമാണ്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഏത് തരത്തിലുള്ള ആകുലതയും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണിത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ കൂപ്പി ഈ ആത്മീയ ശുശ്രൂഷ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി എന്നെ സ്പർശിക്കട്ടെ. കർത്താവെ, ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല നിയോഗങ്ങളുടെ മേൽ ഒരു ദൈവിക ഇടപെടൽ ഇതുവഴി സംഭവിക്കട്ടെ. മനസ്സിൻ്റെ ഭാരങ്ങളും അസ്വസ്ഥതകളും ഈ നിമിഷം നീങ്ങട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് എന്നെ സുഖപ്പെടുത്തുവാനും എന്നെ ശക്തിപ്പെടുത്തുവാനും ഇത് കാരണമാകട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 35-ാമത്തെ വചനം എൻ്റെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ വീണ്ടും പറയുകയാണ്, ആകയാൽ ജാഗരൂകരായിരിക്കുവൻ. ഒരു പുസ്തകത്തിൽ ഒരു ചിന്താവിഷയം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഗുരു, ഞാൻ എപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടത്? ഗുരു പറഞ്ഞു, നിന്റെ മരണത്തിന് തൊട്ട് മുമ്പ്. ശിഷ്യന് വലിയ സന്തോഷമായി. ഇനി എത്രയോ സമയം കിടക്കുന്നു. യുവാവായ എനിക്ക് ഇപ്പോഴൊന്നും മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ. അവൻ തുള്ളിച്ചാടി സന്തോഷിച്ച് നടന്നു. കുറച്ച് സമയം കടന്നപ്പോൾ ഇവൻ ഓർക്കുകയാണ്, എപ്പോഴായിരിക്കും എൻ്റെ മരണം? എപ്പോഴായിരിക്കും എൻ്റെ മരണം? അവൻ ഉടനെ തന്നെ വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അല്ല ഗുരു, എപ്പോഴായിരിക്കും എൻ്റെ മരണം? ഗുരു പറഞ്ഞു, ഇപ്പം മുതൽ എപ്പോൾ വേണമെങ്കിലും ആകാം. ഇപ്പം മുതൽ എപ്പോൾ വേണമെങ്കിലും ആകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ യുവജന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളും യുവാക്കളും മറ്റുള്ളവരും ഒക്കെ ചിന്തിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കിനിയും കുറേ കാലം കിടക്കുക. എനിക്കിപ്പോൾ ഒന്നും പോകാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് വീട്ടിലുള്ള പ്രായമുള്ളവരും മറ്റുള്ളവരോടൊക്കെ നമ്മൾ പറയും, അപ്പാപ്പന് ഇനിയിപ്പോൾ വലിയ കാലമൊന്നും താമസമില്ല, എല്ലാ വിസയൊക്കെ കിട്ടാതിരിക്കുക, പാസ്പോർട്ടൊക്കെ എടുത്തു വച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്കിനി കുറേ കാലമൊക്കെ കിടക്കുകയാണ്, എനിക്കിനി ജീവിതം ഇനി മുമ്പോട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവൻ. ചെറുപ്പക്കാരെ യോഹന്നാനും മറ്റുള്ളവരും ഒക്കെ ചിന്തിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഈ പ്രായമുള്ള ഏതെങ്കിലും ശിഷ്യനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിത് പറയുന്നത് നിങ്ങളോട് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മരണത്തിന് ഒരു പ്രായത്തിൻ്റെ അവസ്ഥയില്ല. ഈ ജീവിത അന്ത്യത്തിന് ഒരു പ്രായമോ സമ്പത്തോ നേട്ടങ്ങളോ ഏത് ബഹുമതിയിൽ നീ ഇരിക്കുന്നുള്ളതോ ഏത് സ്ഥാനത്ത് നീ ഇരിക്കുന്നുള്ളതോ ഒന്നൊരു വിഷയമല്ല. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എനിക്ക് പലതരത്തിലുള്ള സൗകര്യമുണ്ട്. എൻ്റെ കാറിൽ നിന്ന് 8 എയർ ബാഗുകൾ വരും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ മാനുഷിക ചിന്തയാണ്. ഇതൊന്നും ഒരു പ്രയോജനകരമായ ചിന്തയല്ല. ചിലപ്പോൾ ഒരു കാറടിച്ച് ഒരു എയർ ബാഗും വന്നില്ല,
അവർ പറയും ടെക്നിക്കൽ പ്രോബ്ലം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വേണ്ട. ഈ AC കാറിലും ഈ 36 എയർ ബാഗൊന്നും ആയിട്ട് പോകുമ്പോഴൊന്നും അല്ല തട്ടിപ്പോകുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് കർത്താവ് ഓർമ്മിപ്പിക്കുക, നീ ജാഗരൂകതയോടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകമോഹങ്ങളും അതിൻ്റെ താല്പര്യങ്ങളോടും അനുരൂപപ്പെട്ട് നമ്മളിലെ ദൈവക്രമ നഷ്ടപ്പെടുത്തി കാലങ്ങളോളം പലതരത്തിലുള്ളതായ പാപത്തിന് മുഴുകി ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിക്കുമ്പോൾ, നമ്മളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി കളഞ്ഞ് ജീവിക്കുമ്പോൾ, ഇനിയും എനിക്ക് ഒരുപാട് കാലം കിടക്കുന്നുണ്ട്, ഒരുപാട് എനിക്ക് ആയുസ്സുണ്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് കാലമോ പഴക്കമോ ഒന്നുമില്ല. എപ്പോഴും ജാഗരൂകത പുലർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുമെൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോൾ വരുമെന്ന് ഒരു തിരിച്ചറിവില്ല. ഒരു രോഗമോ കഷ്ടപ്പാടോ ഒന്നും ഉണ്ടായിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും കർത്താവ് കടന്നു വരാം. ഏത് സമയത്ത് അവൻ കടന്നു വന്നാലും അവനെ സ്വീകരിക്കുവാൻ ഉതകുന്ന ഒരു മനസ്സ് എന്നിൽ രൂപപ്പെടണം എന്ന് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അല്പം കൂടെ വ്യക്തമായിട്ട് വായിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്നു പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മനസ്സാകുന്നെങ്കിൽ മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. അതേത് സമയത്ത് അവസാനിക്കുമെന്ന് നമുക്കൊരു കണക്കില്ല. പക്ഷെ നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുണ്ട്, ഇനി ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട്, ഇനി ആ കാര്യം ചെയ്യാനുണ്ട്, ഈ കാര്യം ചെയ്യാനുണ്ട്, അവിടെ അങ്ങനെ ചെയ്യാനുണ്ട്, ഇവിടെ ചെയ്യാനുണ്ട്. പ്രായമായി ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ഈ അപ്പനും വെല്ലിപ്പനും ഒക്കെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇനിയും കിടക്കുകയാണ് കുറേ, അതുകൊണ്ട് ഇനിയും എന്തേരം നേടണം, ഇനിയും എവിടെയാണ് പുതിയത് മേടിക്കാനുള്ളത്, ഇനി എന്താണ് പുതിയ പൈസ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിലയിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വികട ചിന്തകളിൽ മുഴുകി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. വ്യർത്ഥ ചിന്തകളിൽ മുഴുകി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. എന്താണത്? കർത്താവ് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാമെങ്കിൽ എൻ്റെ ജീവിതം ഏത് നിമിഷവും ഒരുക്കത്തിൻ്റെതായിട്ട് മാറണം. എൻ്റെ ജീവിതം ഏത് നിമിഷം കർത്താവിനെ വിളിച്ചാലും കർത്താവിലേക്ക് പോകുന്നതായിട്ട് മാറണം. അത് സന്തോഷത്തോടുകൂടെ എൻ്റെ ആത്മാവ് ദൈവത്തിങ്കൽ എത്തിച്ചേരുന്നതായിട്ട് മാറണം. ദൈവം ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെ അയച്ചപ്പോൾ ദൈവം വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ നേട്ടങ്ങളോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ദൈവം വളരെയേറെ ആഗ്രഹിച്ചിട്ടുള്ള ഒന്നുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും ആത്മാവാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5:4 അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അതിന് കാരണം എന്താണ്? പിശാച് എൻ്റെയും നിങ്ങളുടെ ആത്മാവിനെ വല്ലാതെ അഭിലഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുകയാണ് അസൂയയോടെ എൻ്റെയും നിങ്ങളുടെ ആത്മാവിനെ. നമുക്കൊരു രോഗസൗഖ്യം ഉണ്ടാവുക, നമുക്കൊരു വലിയ ജോലി കിട്ടുക, വലിയ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക, ഈ കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ആത്മാവിനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പിന്നെ ഒന്നുകൂടെ എൻ്റെ മുറിയെക്കുറിച്ച് ഞാൻ ഓർക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു കത്തോലിക്ക പുരോഹിതനായി ദൈവവചനം പങ്കുവയ്ക്കുകയും വചനാനുസരണം ജീവിക്കാനിരിക്കുകയും ചെയ്യുന്ന ഞാൻ, വചനം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഞാൻ, അത് പ്രഘോഷിക്കുന്ന ഞാൻ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെച്ച് എൻ്റെ മുറിയിൽ ഞാൻ ഏതെങ്കിലും സമയത്ത് തട്ടിപ്പോയാൽ ഒരാൾ പ്രവേശിച്ച് എൻ്റെ മുറി നോക്കുമ്പോൾ അത് വൃത്തിഹീനമായും അസ്വസ്ഥമായും കിടന്നാൽ പ്രിയപ്പെട്ടവർ എന്തായിരിക്കും എന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ? ഞാൻ പറയുന്നത് ഈ ഒരു ചെറിയ കാര്യത്തിലാണ്. എന്നാൽ നമ്മൾ ഇതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് ഓർക്കേണ്ട ഒന്നാണ്.
ഞാനൊരു കാര്യത്തിന് പോകുമ്പോൾ ഒന്നും വേണ്ട, ഞാൻ അവിടെ എൻ്റെ മുറിയിലായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ശുദ്ധമാണോ? എന്നെ ഇപ്പോൾ എൻ്റെ ദൈവം വിളിച്ചാൽ എനിക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ സാധിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കണക്കുകൂട്ടലും നമ്മുടെ ജീവിതത്തിലില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സഹപ്രവർത്തകനായ വ്യക്തി സ്നേഹത്തോടെ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ആ ഒരു മനുഷ്യൻ്റെ സഹോദരൻ ഈ അടുത്ത കാലത്ത് മരിക്കാനായിട്ട് കാരണമായി. ആ സഹോദരൻ അത്രമേൽ ദൈവജനത്തിന് ജീവിതത്തെ സമർപ്പിച്ചൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ആദ്യ കാലത്ത്. എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. നന്മയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് കുറേ കൂടെ വിശുദ്ധീകരിക്കണം. എന്നിട്ട് ആ സഹോദരൻ്റെ അനിയൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, നമ്മളൊക്കെ ഇങ്ങനെ ചങ്കും വിരിച്ച് നടക്കുന്നതല്ലേ ഉള്ളൂ. ഒരു കൊതുക് വിചാരിച്ചാൽ മതി അച്ഛാ നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കാൻ. ശരിയല്ലേ? ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു കൊതുക് കയറി കടിച്ചാൽ ചിലപ്പോൾ അത് നമ്മളിൽ ഡെങ്കിപ്പനി പിടിച്ചാൽ അങ്ങോട്ട് നടന്നുപോയ വ്യക്തി ഇങ്ങോട്ട് ആംബുലൻസിനായിരിക്കും വരിക. ഒരു കണക്കുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി ജീവിതം അവസാനിക്കാൻ. എങ്കിൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും എത്ര ജാഗരൂകതയോടെ ജീവിക്കണം. കുമ്പസാരം നീട്ടിവെക്കുമ്പോൾ, കൂദാശ സ്വീകരണങ്ങളും പ്രാർത്ഥനകളും നീട്ടിവെക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. എൻ്റെ ജീവിതം എത്ര വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. എൻ്റെ ആത്മാവിനെ ദൈവം ഈ നിമിഷം വിളിച്ചാൽ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പോകാൻ പറ്റുമോ? അതോ ഞാൻ പിശാച് ആഗ്രഹിക്കുന്ന അവൻ്റെ രാജ്യത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്, ദൈവസ്നേഹ അനുഭവമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, കൂദാശ സ്വീകരണത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു മനസ്സോടുകൂടെ പോകേണ്ടി വരുമോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദൈവവചനം എൻ്റെ ഉള്ളിൽ ആഴപ്പെടണം. പ്രഭാഷകരുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വചനം അതുകൊണ്ട് നമ്മൾ വായിക്കുകയാണ്. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്കെതിരെ ഞാനും നിങ്ങളും ഒരു ജാഗരൂകത പുലർത്തണം. പ്രഭാഷകർ 7:36 വചനത്തിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ വായിക്കുകയാണ്. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഈ നല്ല നിമിഷങ്ങളിൽ ജീവിതം മുഴുവനും കർത്താവിനെ സമർപ്പിക്കാം. എൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ലോകജീവിതം എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്നതാണ് എന്നുള്ളൊരു ബോധ്യം നിറയ്ക്കണം. ഞാൻ പലതിനും വേണ്ടി നട്ടം തിരിയുമ്പോൾ, പലതിനും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടുമ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിനെ ഭരിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധീകരിക്കണം. എനിക്ക് കുറച്ചുകൂടെ കൂദാശകളിലേക്ക് അടുക്കണം. എൻ്റെ ജീവിതം എപ്പോൾ വേണം കടന്നു പോകാമെങ്കിൽ പിശാചനെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. ഈ ചിന്ത എൻ്റെ ഉള്ളിനെ ഭരിക്കണം. നമുക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. ഈ ശരീരത്തെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. ഒരുപാട് രോഗാവസ്ഥകൾ ഇന്ന് പെരുകുന്നുണ്ട്. ഒരുപാട് പേര് വളരെയേറെ കഷ്ടതകളും ഞെരുക്കങ്ങളും അനുഭവിക്കുകയാണ്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ ഞാനിനി നോക്കി നിൽക്കേണ്ടതില്ല ഒരു മാനസാന്തരത്തിന്. മറിച്ച് എനിക്ക് ഒന്ന് മാനസാന്തരപ്പെടണം. എനിക്ക് ഇന്ന് തന്നെ ഒരു കുമ്പസാരിക്കണം. ഈ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലെടുക്കാം. ഒരു നിമിഷം മനസ്സിനെ ശാന്തമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷകളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നൽകുന്ന എല്ലാ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം വേണ്ടത്ര ഒരുക്കമില്ലാതെ, ജാഗരൂകത പുലർത്താതെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പലപ്പോഴും ലോകമോഹങ്ങളോട് അനുരൂപപ്പെട്ടു പോയി സുഖാനുഭവങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നിട്ടുണ്ട്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. കർത്താവേ, എൻ്റെ ഈ ലോക ജീവിതം ഇന്നൊരു മരവിച്ച അവസ്ഥയിലാണ്, ഇന്നൊരു മരിച്ച സ്ഥിതിയിലാണ്. എനിക്കൊന്നിനും ഒരു താല്പര്യം തോന്നുന്നില്ല. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനത്തിൽ ആഴപ്പെടാൻ, ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് വളരാൻ എനിക്ക് പറ്റുന്നില്ല. കൂദാശ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. സഭയോട് ചേർന്ന് ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവമേ, പല കാരണം കൊണ്ട് എൻ്റെ ആത്മാവ് ഇന്ന് വല്ലാതെ അസ്വസ്ഥമാണ്. എൻ്റെ ആത്മാവിൽ ഒരുപാട് കറ പുരണ്ടിട്ടുണ്ട്. കർത്താവേ, ഈ നിമിഷം ഞാൻ എൻ്റെ ജീവിതം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പലതരത്തിലുള്ളതായ അസ്വസ്ഥതകൾ കൊണ്ട്
എൻ്റെ ജീവിതം പ്രശ്നബാധിതമാണ്. കർത്താവെ, പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഞാനിന്ന് അടിമയാണ്. മനസ്സിനൊരു സമാധാനമില്ല, ഒരു ശാന്തിയില്ല. പല സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു സ്വസ്ഥത എൻ്റെ മനസ്സിലില്ല. കർത്താവെ, വേദനയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, വേദനയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ ഒന്ന് തൊടണം, അവിടുന്ന് എന്നെ ഒന്ന് സുഖപ്പെടുത്തണം. കർത്താവെ, വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്ന പോലെ ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മരിച്ചവനാണ്. കർത്താവെ, ഞാനിന്നൊരു മരിച്ച അവസ്ഥയിലാണ്, ഞാനിന്ന് മരവിച്ച അവസ്ഥയിലാണ്. എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ശരീരം ഇന്ന് മരവിച്ചു പോയി, എൻ്റെ മനസ്സിന്ന് മരവിച്ചു പോയി, എൻ്റെ ആത്മാവിന്ന് മരവിച്ചു പോയി. എനിക്കൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവശക്തി നമ്മളിലേക്ക് നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക കൃപകൾ നമ്മളിലൊന്നും ജ്വലിക്കട്ടെ. ആത്മാവിനോട് ദാഹിച്ച് സ്തുതിക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ അവിടുത്തെ ആത്മാവിനെ ഇപ്പോൾ എന്നിലേക്ക് പകരണം. ഈ ലോകമോഹങ്ങളോട് അനുഭവപ്പെട്ടും പലതരത്തിലുള്ള തിന്മകൾ പ്രവർത്തിച്ചും മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടും നഷ്ടപ്പെട്ടു എന്നിലെ പരിശുദ്ധാത്മ ശക്തി എന്നിൽ ഒരിക്കൽ കൂടി ജ്വലിക്കണം. ഈ നിമിഷങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കൂതാശ സ്വീകരിക്കാനും എനിക്ക് തടസ്സമാകുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ ഈ നിമിഷം വിമുക്തനാകുന്നു. കർത്താവെ, ജീവിതത്തോട് ജാഗരൂകത പുലർത്താൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല തിന്മകളിൽ നിന്നും എനിക്കൊരു മോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത മ്ലേച്ഛതകളിലും അശുദ്ധിയിലും ജഡിക പ്രവണതകൾക്കും അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ യുവതി യുവാക്കളിലും ഈ നിമിഷം തന്നെ അവരുടെ ജീവിതത്തെ ഭരിക്കുന്ന സകല ജഡിക പ്രവണതകളും തിന്മകളും അശുദ്ധിയും വിട്ടൊഴിഞ്ഞു. യേശുവിന്റെ നാമശക്തി അത്ഭുതകരമായി ഇപ്പോൾ എല്ലാ ശരീരങ്ങളിലേക്കും വ്യാപരിക്കട്ടെ, ഓരോ മനസ്സുകളിലേക്കും വ്യാപരിക്കട്ടെ, ബോധ്യം കൊണ്ട് നിറയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാ ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ജീവിക്കുന്ന ദൈവം ഒത്തിരി ഇഷ്ടത്തോടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത്. പുറപ്പാട് 20-24 വചനത്തിലൂടെ ഈ ദൈവം ഓർമ്മിപ്പിച്ചു, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ നാമം അനുസ്മരിക്കാൻ കർത്താവ് ഇടവരുത്തുന്ന ഈ നിമിഷത്തിൽ തന്നെ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജോലി മേഖലകളിലേക്ക്, ശുശ്രൂഷ രംഗങ്ങളിലേക്ക് വന്ന് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന് കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം. ഓ ദൈവമേ, എളിമയോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങയോടുള്ള സ്നേഹത്തെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഈ ലോകമോഹങ്ങളുടെ വ്യാമോഹങ്ങളിൽപ്പെട്ട് എൻ്റെ ജീവിതം പലതരത്തിലുള്ള മ്ലേച്ഛതകൾക്കും പാപത്തിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നന്മയെ നഷ്ടപ്പെടുത്തി, വിശുദ്ധി നഷ്ടപ്പെടുത്തി ഒരു പാപ ജീവിതാവസ്ഥയിൽ ഞാൻ ഇന്നായിട്ടുണ്ട്. ഓ കർത്താവേ, ഈ നിമിഷം വിശ്വാസത്തോടെ എളിമയോടെ
അങ്ങയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങയുടെ ദൈവിക ചൈതന്യം കൊണ്ട് എൻ്റെ ഉള്ളിപ്പോൾ നിറയ്ക്കണമേ. അന്ധകാരത്തിൽ ആണ്ടുപോയ എൻ്റെ ഈ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ പ്രകാശത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. പലതരത്തിൽ മ്ലേച്ഛകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, പലതരത്തിൽ അശുദ്ധിക്ക് അടിമപ്പെട്ട വ്യക്തികളുണ്ട്, പലതരത്തിൽ അതുമൂലം രോഗബാധിതമായ വ്യക്തികളുണ്ട്. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതങ്ങളിലേക്ക് അത്ഭുത വിടുതൽ നൽകുന്ന നിമിഷങ്ങളാണ്. 2 കരങ്ങൾ ഉയർത്തി വിശ്വസിച്ച് സ്തുതിക്കുക, വിശ്വസിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവായ ദൈവമേ, അങ്ങയുടെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ 2 തെസ്സലോനിക്കർ 2:8 കർത്താവായ യേശുക്രിസ്തു തന്റെ വായിൽ നിന്നുള്ള വിശ്വാസത്താൽ അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമന പ്രതാപത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യുന്ന വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ ദാസീദാസന്മാരുടെ ജീവിതത്തെ പലതരത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികളുടെ, ജഡികതകളുടെ, മദ്യപാനത്തിന്റെ, രോഗാരൂപികളുടെ, അശുദ്ധിയുടെ, തിന്മയുടെ എല്ലാ രൂപികളും യേശുവിന്റെ ദിവ്യകാരുണ്യ ശക്തിയാൽ ഇവരിൽ നിന്ന് ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ചൈതന്യം നിറയുന്നു. അനേകരിലേക്ക് തിന്മയുടെ രൂപികൾ വിട്ടുപോകുന്നു. അനേകരിലേക്ക് ദൈവിക ശക്തി നിറഞ്ഞ് അന്ധകാരത്തിന്റെ രൂപകൾ വിട്ടുപോകുന്നു. ദൈവസാന്നിധ്യം നിറയുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ ആരാധനയും അങ്ങയുടെ മാത്രം കർത്താവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ അങ്ങയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, പൗലോസ്ലീഹ പറയുന്നത് പോലെ നന്മ ഇച്ഛിക്കുമ്പോഴും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട് കർത്താവ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും അതിൻ്റെ സൗകര്യങ്ങളിലും ജീവിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തെ പലപ്പോഴും മറന്നുപോകും. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു താന്തോന്യത്തിൻ്റെ ജീവിതം നയിക്കുവാൻ പരിശ്രമിച്ചു പോകും. ഈശോയെ, ജഡപ്രകാരം ഒരു ജീവിതം എന്നിൽ സംഭവിക്കുകയാണ്. ഉള്ളിൽ എത്രയേറെ ആഗ്രഹിക്കുമ്പോഴും ഈ ജഡിക അഭിലാഷങ്ങൾ വിട്ടുപോകുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റു തിന്മകൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ഇനി നല്ലത് മാത്രം ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കർത്താവെ, കുറ്റം പറഞ്ഞും പരദൂഷണം പറഞ്ഞും മറ്റു തിന്മകൾ ചെയ്തും അലസമായ ഒരു അരൂപിയിൽ ചെലവഴിക്കുകയാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ചോ എൻ്റെ ഈ ജീവിത അന്ത്യം ഉണ്ടാകുന്ന ഒരു ബോധ്യമോ എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് കർത്താവെ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി കളഞ്ഞു. നാളുകളോളം ഈ ലോകത്തിൻ്റെ അരൂപിയോട് അനുരൂപപ്പെട്ട് എന്നിലെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവെ, പൗലോസ്ലീഹയിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവെ, ഈ ലോകമോഹങ്ങളോട് അറിയാതെ അനുരൂപപ്പെട്ട് എന്നിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി. നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്ന് വിവേചിച്ചറിയാനൊന്നും സാധിക്കാതെ പോലെ ആത്മാവ് അന്ധകാരത്തിലായി. കർത്താവെ, ഈ നിമിഷം എളിമയോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ അരൂപി അയച്ച് എൻ്റെ ജീവിതാന്തത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് നൽകണമേ. ജാഗരൂകത പുലർത്തുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവേ, ഈ ലോകം വശ്യതകളിൽ നിന്ന് മാറി കൃപയുടെ ജീവിതം നയിക്കുവാൻ എനിക്ക് അഭിഷേകം തരണമേ. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സ്വന്തങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്ഥാനമാനങ്ങൾ
ഞാൻ പരക്കം പാഞ്ഞ് നെട്ടോട്ടോടി എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തോ വെട്ടിപ്പിടിച്ചോ അതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടും ദൈവമേ, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്നില്ല. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, കുമ്പസാരത്തിലൂടെ എൻ്റെ ജീവിത വിശുദ്ധീകരണം, കർത്താവെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കൽ, ഇവയൊക്കെ എൻ്റെ മനസ്സിലില്ലാതെ പോയി. വചനം കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രത്യേക മടുപ്പ്, എല്ലാത്തിലും ഒരു വിരസത, എല്ലാത്തിലും ഒരു നെഗറ്റീവ് കാണുന്ന പ്രകൃതി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഈ നിമിഷം അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുക, കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷ വേണം. ഞാൻ ഈ ലോകത്തിൽ മരിച്ചുപോയാൽ പിശാചിനെ അപ്പം തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവെ, ഈ ലോകത്തിൽ ജീവിച്ച് എനിക്ക് സ്വർഗം നഷ്ടമായാൽ പിന്നെ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചത് വെറുതാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവെ, ഈ നിമിഷം ഒത്തിരി ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ഒത്തിരി ദാഹിക്കുന്നു. എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് സ്വർഗം വേണം. ഈ ലോകത്തിൽ ഞാൻ ഏത് സമയത്ത് മരിച്ചാലും കർത്താവെ, ഒരുക്കത്തോടെ അങ്ങയുടെ പക്കലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കണം. ദാഹിക്കുക, ആഗ്രഹിക്കുക. ഈ ബോധ്യം ഉള്ളിലേക്ക് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവാണ്. രണ്ട് കരങ്ങളും നന്നായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതം ഏത് പാവാസയിലായിക്കോട്ടെ, ഇങ്ങനൊരു താല്പര്യം തോന്നില്ല, ഒരു വല്ലാത്ത വിരസതയും മടിയായിക്കോട്ടെ, മകനെ മകളെ നീ കര ഉയർത്തുക, നീ കര ഉയർത്തുക. വിശ്വസിച്ച് നിന്റെ കർത്താവിനെ നിമിഷം വിളിക്കുക, വിശ്വസിച്ച് കർത്താവിനെ വിളിക്കുക. നിന്റെ ബന്ധം വിട്ടുമാറും, നിന്റെ അസ്വസ്ഥത നീങ്ങും, നിന്റെ രോഗം നീങ്ങും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. റോമ 10:12 എന്നെ വിളിച്ചവർക്ക് എല്ലാവരും കർത്താവിനെ സമ്പത്ത് വർഷിക്കും, കർത്താവിനെ ആ വിളിച്ചവർക്ക് രക്ഷ കാണിക്കും. ഓ ദൈവമേ, ഈ വചനപ്രകാരം ഈ മക്കൾക്ക് ഓരോരുത്തരും രക്ഷ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യ സത്യമായ അധികാരത്തോടെ ദൈവത്തിന് മനുഷ്യരുടെ മധ്യ നിൽക്കാൻ വിളിക്കപ്പെടുന്ന നിലയിൽ ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്ഷ അനേകരിലേക്ക് സൗഖ്യമായി, ശക്തിയായി, അഭിഷേകമായി, വിടുതലായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയുള്ള ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ ബന്ധനങ്ങളും അഴിയാൻ, എല്ലാ കെട്ടുകളും പൊട്ടും. സ്നേഹത്തോടെ, ബോധ്യത്തോടെ നിന്റെ ഈശോയുടെ മുമ്പിൽ ശിരസ്സ് നമിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കട്ടെ.